UAPA ചുമത്തി മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സേന അറസ്റ്റ് ചെയ്ത റിജാസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നടന്ന പരിപാടിയുമായി പങ്കെടുത്തതിന് സിദ്ദീഖാപ്പൻ ഉൾപ്പെടെ 15 പേർക്കെതിരെ കേസ്. അന്യായമായി സംഘം ചേർന്നു, അനുമതിയില്ലാതെ ഉച്ചഭാഷണം ഉപയോഗിച്ചു, വഴിയാത്രക്കാർക്ക് മാർഗതടസ്സമുണ്ടാക്കി എന്നീ പരാതികളാണ് കേസ്. സാമൂഹ്യ പ്രവർത്തകരും അഭിഭാഷകരുമായ പ്രമോദ് പുഴങ്കര, CP റഷീദ് എന്നിവർക്കെതിരെയും കേസുണ്ട്. നിതിൻ സേവ്യറുകളുമായി കൊച്ചിയിൽ. നിതിൻ, എവിടെയായിരുന്നു പരിപാടി നടന്നത്? അജിംസ്, ഇന്നലെ വൈകിട്ടാണ് വഞ്ചി സ്ക്വയറിൽ ഇത്തരത്തിൽ UAPA ചുമത്തി നേരത്തെ സിന്ദൂർ ഓപ്പറേഷനെ വിമർശിച്ചതിന്റെ പേരിൽ അറസ്റ്റിലായ മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സേന അറസ്റ്റ് ചെയ്ത റിജാസിനായി ആവശ്യപ്പെട്ട് BJP നേരത്തെ തന്നെ മുഖ്യമന്ത്രിക്കും പരിപാടി നടന്നിരുന്നതും പരിപാടിക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഈ പരിപാടി സംഘടിപ്പിച്ചവർക്കെതിരെ ഇപ്പോൾ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തത്. BNS 189, 190, 255 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. സിദ്ദീഖാപ്പനാണ് ഈ പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തിയത്. സിദ്ദീഖാപ്പൻ അടക്കമുള്ള പ്രമോദ് പുഴങ്കര, മാധ്യമപ്രവർത്തക അംബിക, CP റഷീദ് അടക്കമുള്ള പ്രവർത്തകരുടെ സാമൂഹ്യ പ്രവർത്തകർക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളത്. അനുവാദമില്ലാതെ പരിപാടി നടത്തുക, അനുവാദമില്ലാതെ പ്രവർത്തിപ്പിക്കുക, ഒപ്പം തന്നെ വഴിയാത്രക്കാർക്ക് മാർഗതടസ്സം ഉണ്ടാക്കുക എന്നീ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ പോലീസ് ഇപ്പോൾ ചുമത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ പരിപാടിക്ക് ശേഷം മടങ്ങാതിരുന്ന 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അതായത് ഈ പോലീസ് ഇവരോട് പേര് ചോദിച്ചോ, പേര് പറയുന്നതിന് പകരം മുദ്രാവാക്യം വിളിക്കുകയും SIയെ ആക്രമിച്ച് SIയുടെ നെയിം പ്ലേറ്റ് അടക്കം തട്ടിപ്പറിച്ചെടുത്തു എന്നാണ് ഇവർക്കെതിരെ എടുത്തിരിക്കുന്ന കേസ്. ഡോക്ടർ ഹരി ഒപ്പം ഷംഷീർ എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ ഈ 2 പേരെയാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം എറണാകുളം സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവരെ പിന്നീട് സ്റ്റേഷനിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി സ്റ്റേഷൻ വിടുകയും ചെയ്തിരുന്നു. ഏതായാലും അനുവാദമില്ലാതെ പരിപാടി നടത്തിയതിന്റെ പേരിലാണ് സിദ്ദീഖാപ്പൻ അടക്കമുള്ളവർക്കെതിരെ എറണാകുളം സെൻട്രൽ പോലീസ് ഇപ്പോൾ കേസ് എടുക്കുന്നത്. ശരി.